ദശകം 28 രണ്ടാമത്തെ ശ്ലോകം. വിമതത്സു സുരാസുരേഷു ജാതാ സുരഭിസ്താമൃഷിഷു ന്യഥാസ്ത്രിതാമൻ ഹയരത്നമഭൂദതേ പരത്നം ദ്യുതരുശ്ചാപ്സരസ സുരേഷു താനീ. കാളകൂട വിഷത്തെ തുടർന്ന് ഇനി എന്തെല്ലാമാണ് പാലാഴിയിൽ നിന്ന് അവർക്ക് കിട്ടിയത്? നോക്കൂ, വീണ്ടും അസുരന്മാരും ദേവന്മാരും ഭഗവാനോടൊപ്പം തന്നെ പാലാഴി കടഞ്ഞു തുടങ്ങി. അങ്ങനെ സുരഭി അഥവാ കാമധേനു പാലാഴിയിൽ നിന്നും പൊന്തി വന്നു. യജ്ഞകർമ്മങ്ങൾക്ക് വേണ്ട ഹവിസ് മുതലായവ അനായാസമായി നൽകാൻ കഴിവുള്ള കാമധേനുവിനെ ഭഗവാൻ ഋഷിമാർക്ക് നൽകി, മുനിമാർക്ക് നൽകി. അവർക്ക് അത് ഉപകാരപ്രദമാവും എന്ന് കരുതിയിട്ട് വീണ്ടും മഥനം തുടർന്നു. പിന്നീട് എന്താണ് വന്നത്? കുതിരകളിൽ രത്നമായ ശ്രേഷ്ഠമായ ഉച്ചൈശ്രവസ്, അതുപോലെ വളരെ ശ്രേഷ്ഠനായ ആന ഐരാവതം, അതുപോലെ എല്ലാ ആഗ്രഹങ്ങളും നേടിത്തരുന്ന കൽപ്പവൃക്ഷം, കൂടാതെ സുന്ദരികളായ അപ്സരസുകൾ, ഇവരെല്ലാം പാലാഴിയിൽ നിന്നും ഉണ്ടായി. ഇവരെല്ലാം തന്നെ ദേവന്മാർക്ക് ഭഗവാൻ നൽകി. വിമതത്സു സുരാസുരേഷു ജാതാ സുരഭിസ്താമൃഷിഷു നിധാസ്ത്രിധാമൻ ഹയരത്നമഭൂദതേ പരത്നം ദ്യുതരുശ്ചാപ്സരസ സുരേഷു താനീ.